ഹായ് ഫ്രണ്ട്സ്, ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലെ ഒരു ശുദ്ധജല തടാകമാണ് ദാൽ തടാകം. ഈ ദാൽ തടാകത്തിൻ്റെ ഒരു സൈഡിലുള്ള ചെറിയ കനാലാണ് ഈ കാണുന്നത്. ഈ കനാൽ പോലെ പല കനാലുകളിലൂടെയും എത്തുന്ന വെള്ളമാണ് ദാൽ തടാകത്തിൽ ശേഖരിക്കുന്നത്. ഞങ്ങളിന്ന് ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോവുകയാണ്. ഇത് ശ്രീനഗർ നിവാസി ആണ് ഞങ്ങളെ ഇത് കാണിക്കാൻ കൊണ്ടുവന്നത്. എല്ലാവരും ശിക്കാരയിലൂടെയാണ് സഞ്ചരിച്ചാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്താറ്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിന് മാത്രം അറിയുന്ന ഒരു വഴിയാണ്. പലകകൾ അടിച്ച്, താഴത്ത് കുറ്റികളിൽ മേൽ പലകകൾ അടിച്ച് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന ഒരു വഴിയാണ്. കിലോമീറ്ററുകളോളം ഇങ്ങനെ പല സ്ഥലത്തുമുണ്ട്. ചില ഭാഗങ്ങളിൽ ഇതിലേക്ക് 2 വീലറുകളും സഞ്ചരിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ പാതകളും ഇവിടെ ധാരാളം നമുക്ക് കാണാവുന്നതാണ്. കാശ്മീർ താഴ്വാരം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ശ്രീനഗർ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളും നാട്ടുകാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലമാണ് പൂക്കളുടെ തടാകം എന്നറിയപ്പെടുന്ന കാശ്മീരിന്റെ വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന കിരീടത്തിലെ രത്നം എന്നും അറിയപ്പെടുന്ന മത്സ്യബന്ധനത്തിനും ജലശുദ്ധീകരണത്തിനും വാണിജ്യ പ്രവർത്തനത്തിനും ഉള്ള പ്രധാന സ്രോതസ്സായ ദാൽ തടാകം. ഈ കാണുന്നത് ഈ താമര പൂവിന്റെ കൃഷിയാണ്. ഇതെല്ലാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പൂക്കളുണ്ടാവും ഇതിലും നിറയെ. ഇതിൻ്റെ അടിയിലുള്ള സ്റ്റെമ്പ് കർഷകർ അതിരാവിലെ തന്നെ വലിച്ചെടുത്ത് ഈ സ്റ്റെമ്പ് ഇവിടെ കറിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടുത്തെ വീട്ടുകാർ നടത്തുന്ന പച്ചക്കറി കൃഷിയാണ്. 28 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ തടാകം ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിദത്ത തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായി റാഡ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ ധാരാളം ഇവിടെയുണ്ട്. ഇതിലെല്ലാം തന്നെ പച്ചക്കറികൾ, അതുപോലെ തന്നെ മറ്റു വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിച്ച് ഇവർ ഇതിലൂടെ ഉപജീവന മാർഗം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ വഞ്ചിയിൽ പോകുന്നത് കാലികൾക്ക് തീറ്റയ്ക്കുള്ള ഒരു പ്രത്യേക സൈസ് ഇലകളും ഇതും തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താമര കൃഷി. ഇതിൻ്റെ സ്റ്റമ്പ് ഇവിടെ കറിക്കും അതുപോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് രീതിയിൽ വറുത്ത് പല കടകളിലും ഇത് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഈ പലകയടിച്ച ശ്രദ്ധിച്ച് നടക്കേണ്ടതായ ഈ പലകയിലൂടെ ഞങ്ങൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം വഞ്ചികളും അതുപോലെ തന്നെ ശിക്കാരകളും വന്ന് അവർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾ, കരകൗശല വസ്തുക്കൾ, കാശ്മീരിൻ്റെ തനതായ കമ്പിളി വസ്ത്രങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ശിക്കാരകൾ കുറവാണ്. ഇത് വെളുപ്പിന് 4 മണി മുതൽ തുടങ്ങി 7:30 വരെ എല്ലാ ദിവസവും ഈ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ബാർട്ടർ സമ്പ്രദായം നടക്കുന്ന ചില പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണിത്. അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇതിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ തന്നെ ധാരാളം ടൂറിസ്റ്റുകളും ഇവിടെ എത്താറുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു ഷോപ്പിംഗ് അനുഭവം മാത്രമല്ല, മറിച്ച് ഒരു ചെറുതാണെങ്കിലും ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഇവിടം തരും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥനാ വിളികളെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവം കൂടിയാണ്. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം വസന്തകാലമാണ്. മെയ് ഓഗസ്റ്റ് മാസമാണ്.
ശരത്കാലം സെപ്റ്റംബർ നവംബർ മാസം ആണ്. ഈ ശരത്കാലം തുടങ്ങുന്ന ഈ സമയത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തണുപ്പെല്ലാം ഉണ്ട്, പക്ഷേ അത്ര ഭംഗിയായിട്ടുള്ള ഒരു സമയമല്ല ഇത്. ഈ തടാകത്തിലൂടെ പരമ്പരാഗത ബോട്ട് സവാരി നടത്തി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കണം നമ്മൾ ശിക്കാരിയിലൂടെ. ഞങ്ങൾ വേറൊരു ഭാഗത്തിൽ കൂടെ ഇവിടുത്തെ ഒരു ലോക്കൽ നമുക്കൊരു ബായിയെ കിട്ടിയിരുന്നു. ആൾ കൂടി വേറൊരു ഭാഗത്തെ കൂടെയാണ് സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. അതത്ര സുരക്ഷിതമല്ല. മാത്രമല്ല നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഒരു ലോക്കൽസിൻ്റെ സഹായമില്ലാതെ ഈ വഴി കണ്ടുപിടിക്കാനും പാടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയെല്ലാം നടന്ന് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഈ പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന നാട്ടുകാർ വീടിനോട് ചേർന്നുള്ള ചെറിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു. അത് ഇവർ ശേഖരിച്ച് സംഭരിച്ച് രാവിലെ തന്നെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. ഇത് പരസ്പരം കൈമാറ്റം ചെയ്ത് വിൽപ്പന നടത്തുന്നു. ഇത് ചായ വിൽക്കുന്ന ഒരു ശിക്കാരക്കാരനാണ്. ഞങ്ങൾ ഒരു കപ്പ് ഖവ്വ എന്ന് പറയാം, പ്രാദേശികമായ ചായയാണ്. അതെല്ലാം ഓർഡർ കൊടുത്ത് അതിൽ ആ ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ബദാം അതെല്ലാം ഇട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഖവ്വയാണ്. അത് കഴിച്ച് ഞങ്ങൾ അവിടെ ഒത്തിരി നേരം ചെലവഴിച്ചു. ഈ ദാൽ തടാകത്തെ പറ്റിയും ഇതിലെ ശിക്കാരികളെ പറ്റിയും അവിടുത്തെ കെട്ടുവള്ളങ്ങൾ ഫിക്സഡായി വെച്ചിരിക്കുന്ന റൂമൊക്കെയുള്ള കെട്ടുവള്ളങ്ങളെയും പറ്റിയെല്ലാം തന്നെ പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി, വിഖ്യാത എഴുത്തുകാരൻ, ആളുടെ എഴുത്തുകളിലും അതുപോലെ തന്നെ അരുന്ധതി റോയുടെ പുസ്തകത്തിലും നമ്മുടെ സ്വന്തം അരുന്ധതി റോയുടെ പുസ്തകത്തിലും ഈ ദാൽ തടാകത്തെ പറ്റി പരാമർശിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സിനിമാ ചിത്രീകരണങ്ങളും ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്ത ഖാവ ഞങ്ങൾക്കെത്തി. ഇതാണത്. ഞങ്ങളെല്ലാം നല്ല തണുപ്പുള്ള കാരണം നല്ല ചൂടോടുകൂടിയുള്ള കാവ്യം കുടിച്ച് ഈ ശിക്കാരകളെല്ലാം കണ്ടു നിൽക്കുകയാണ്. ഇവിടെ 15 അടി നീളമുള്ള ഒരു മേലാപ്പുമുള്ള ഈ കാണുന്നത് പോലുള്ള ഒരു ചെറിയ വഞ്ചിയാണ്. 6ഓളം പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റും ബാക്ക് റെസ്റ്റൊക്കെയുമുള്ള ഒരു ചെറിയ വഞ്ചിയാണ് ഈ ശിക്കാര എന്നറിയപ്പെടുന്നത്. അത് കാശ്മീർ താഴ്വരയുടെ ഒരു സാംസ്കാരിക പ്രതീകം കൂടിയാണ് ഈ ശിക്കാരകളെല്ലാം തന്നെ. ഇതിലൂടെയാണ് ഇവർ പഴങ്ങൾ, പൂക്കൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ കരകൗശല വസ്തുക്കളെല്ലാം തന്നെ വിപണനം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ശിക്കാരികളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങി. 7:30 ഇവിടെ കൂടിയിരിക്കുന്ന ശിക്കാരികളെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ബിസിനസ് സാധനങ്ങൾ വിറ്റ് അവർ പിരിയാൻ തുടങ്ങും. ഞങ്ങൾ വന്നത് ടൂറിസ്റ്റ് സീസൺ അല്ലാത്ത കാരണം ഇന്ന് കുറച്ച് ടൂറിസ്റ്റുകളെ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ കുറവും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞങ്ങളുടെ ഒപ്പമുള്ള കാശ്മീരി സ്വദേശി. ഞങ്ങളെല്ലാം ആ ചായയും കുടിച്ച് ഇവിടെയെല്ലാം ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം പകർത്തി. ഇവിടെ കുറച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെയെല്ലാം കണ്ട്, അവർ മലയാളികളാണ്, അവരെയെല്ലാം കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം വീണ്ടും ഈ പലകയിലൂടെ നടന്നു വേണം ഞങ്ങൾക്ക് റൂട്ടിൽ ഞങ്ങളുടെ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് എത്താൻ. അപ്പോൾ അവിടെ ഒരു പൂ കച്ചവടക്കാരൻ വന്നു. പൂ കച്ചവടം നമ്മൾ കുട്ടികളുമായി വില പേശുകയാണ്. ആദ്യമേ വളരെയധികം വില പറയും, എന്നിരുന്നാലും വില പേശി അവർ കച്ചവടം ഉറപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അവർ തമ്മിൽ പൈസയുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അവർ ഈ പൂക്കൾ മേടിക്കുമോ എന്ന്. ഇതാണ് ഇവിടുത്തെ ഈ വെളുപ്പാങ്കാലത്ത് മഞ്ഞുള്ള രാവിലെയായ കാരണം വിഷ്വൽസ് ക്ലിയർ ആവാത്തത്. നല്ല മഞ്ഞ് ഉണ്ട്. ഇന്ന് -2 ഡിഗ്രിയോളമായിരുന്നു ഇന്ന് രാവിലത്തെ ടെമ്പറേച്ചർ. നല്ല
തണുപ്പുള്ള കാലാവസ്ഥ ഇതെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഈ വഴിയിലൂടെ തന്നെ 2 കിലോമീറ്ററോളം തിരിച്ച് നടന്ന് പോകേണ്ടതാണ്. അങ്ങനെ ഈ പ്രദേശത്തിലൂടെ ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ഈ വീടുകളെല്ലാം, ഈ കൊച്ചു വീടുകളെല്ലാം കാണുന്നത് ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ ഇവർ എന്താണ് ചെയ്യുക, അതിനെപ്പറ്റിയെല്ലാം നമുക്ക് വളരെയധികം ആശങ്കയുണ്ട്. വെള്ളം കയറുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടനാടൻ പ്രദേശങ്ങളിലുള്ള പോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം ചിലപ്പോൾ മാറുമായിരിക്കും. അവർ പൂക്കച്ചവടം ഉറപ്പിച്ച് പൂവ് മേടിച്ചിട്ടുണ്ട്. Because just morning time I need a good luck. Otherwise I'm selling 150. Yeah, really. Because I want to make just happy you. Give me ₹100. Then give me back. Only take it only 2 class. Love one fun. No change? Return must not catch him. Take it, give me all 100 rupees. I told them. चलो ओके जल्दी करो फिर सर्विस खत्म हो जाए. 50 उधर से दे दो. ऑनलाइन करे तो करें. ऑनलाइन में खेल. Baca di pancar tempat park. Betul Mana dia sebuah pakai wah. Photo. I'll give 250. അതുകൊണ്ട് മേടിച്ചു കൊടുക്കുന്നതാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് നടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഈ പാലത്തമ്മ നിന്ന് തകർന്നു വീഴാറായിട്ടുള്ള ഈ പാലത്തിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ചെയ്ത് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ വീട്ടുകാരെല്ലാം നടത്തുന്ന ചെറിയ ചെറിയ പച്ചക്കറി കൃഷികൾ. ഇത് ഒരു കാശ്മീരി ചീരയാണ്. അതിനപ്പുറത്ത് അതുപോലെ തന്നെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട്. ഈ കൊച്ചുവഴിയിലൂടെ ഞങ്ങൾ തിരിച്ച് ഉള്ള യാത്രയിലാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്രയിൽ കിലോമീറ്ററോളം ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നല്ല ഫുള്ള് വെജിറ്റബിൾ.
ഇത് കാശ്മീരിൽ നദ്രു എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ആണിത്. നദ്രു അതാണ് വെജിറ്റബിൾ. ഇതിൻ്റെ ഈ നമ്മുടെ അവിടെ നാട്ടിലുള്ള താമരയുടെ ഇല പോലെ ഇരിക്കും. ഈ താമരയുടെ ഇല പോലെ ഇതിൻ്റെ അടിയിൽ വരുന്ന നമ്മൾ താമരയുടെ കിഴങ്ങെടുക്കുന്നതിന് പകരം ഇത് ഈ തണ്ട് ഉപ്പേരി വയ്ക്കും. നമ്മൾ താമരയുടെ കിഴങ്ങെടുക്കില്ലേ, കിഴങ്ങെടുക്കുന്നതിന് പകരം ഇവർ ആ തണ്ട്. ഒരു തണുപ്പ് മാറ്റുള്ള ഒരു പരിപാടിയിലാണ്. അതിൻ്റെ വെജിറ്റബിൾ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് ഇങ്ങനെ കാലികൾക്ക് തീറ്റയ്ക്ക് കൊടുക്കാമോ? ഹായ്. തീറ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്ത് ഹായ്. Hi. Hello. Hi. How are you? Fine. Fine. From Kerala. Kerala. First time Kashmir. Sweet. How feeling? हाँ मेरा फ्रेंड है माटू भाई. Who is your friend? श्रीनगर आदमी. Srinagar. हाँ. Okay. റോട്ടി ഉണ്ടാക്കി മേടിക്കാൻ നിൽക്കുന്ന ഒരു കടയാണ്. अमेरिका में चोट करना. हाँ रोटी. वो क्या अमेरिका